ഇറാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വൻപൻ ചതിക്കുഴി, ചതി എന്നത് ഡിബേറ്റബിൾ പോയിന്റാണ്. അപ്പം ഇറാൻ ഇത് ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം, ബുദ്ധി, മുൻകൂർ ധാരണ അമേരിക്കയ്ക്ക് ഇല്ലാതെ പോയോ? അതുകൊണ്ട് ഇറാൻ സഹകരിച്ചാൽ അത് പെട്ടെന്ന് നീക്കം ചെയ്യാനാവും, ഇല്ല എങ്കിൽ 6 മാസം എടുത്താൽ പോലും ഒരുപക്ഷെ എല്ലാ ബോംബുകളും നീക്കം ചെയ്യാൻ സാധിച്ചു എന്നിരിക്കില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സേന വെച്ചിട്ടുള്ള ബോംബുകൾ നീക്കം ചെയ്യുന്ന ദൗത്യം US നാവികസേന തുടരുകയാണ് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ ഈ കടലിനടിയിലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി നീക്കം ചെയ്യാൻ കുറഞ്ഞത് 6 മാസം എടുക്കുമെന്ന് US കോൺഗ്രസ് സമിതിയെ പെന്റഗൺ ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ബോംബ് നീക്കൽ ദൗത്യത്തിന് സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുന്ന കപ്പലുകൾ ഹോർമൂസിലേക്ക് അയക്കാമെന്ന് ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോർമൂസിലെ ഇറാന്റെ ബോംബ് ഗണിയിൽ നട്ടം തിരിയുകയാണോ അമേരിക്ക? ഇനിയെങ്കിലും അമേരിക്കയുടെ കടുംപിടുത്തം മാറ്റുമോ ഹോർമൂസിൽ? ബോംബ് കെണി എന്ന പ്രയോഗമാണ് ഏറ്റവും യോജിച്ചത്. ഇതൊരു വലിയ ട്രാപ്പാണ്. ഇറാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വൻപൻ ചതിക്കുഴി, ചതി എന്നത് ഡിബേറ്റബിൾ പോയിന്റാണ്. ആരാരെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഡിബേറ്റബിൾ പോയിന്റ്. ഇവിടെ ഹോർമൂസ് നമുക്കറിയാമല്ലോ, ഒരു കുപ്പിക്കഴുത്താണ്. ഹോർമൂസ് വഴി കടക്കുന്ന കപ്പലുകൾ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വിദൂര നിയന്ത്രിത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റോണേറ്റ് ചെയ്യാവുന്ന ബോംബുകൾ കൃത്യമായ ചില ഇടങ്ങളിൽ ഇറാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പൊതുവെ പുറത്തു വരുന്ന വിവരം. അതായത് ഇറാന് മാത്രമേ അറിയൂ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏത് തരം ഡിവൈസാണ് പ്ലാന്റ് ചെയ്തത് എന്ന് അമേരിക്കയ്ക്ക് ഊഹിക്കാനേ പറ്റൂ. എവിടെയാണെന്ന് കൃത്യം അറിയാനൊക്കില്ല. കടലിൻ്റെ അടിത്തട്ടിൽ പ്ലാന്റ് ചെയ്ത് ഉറപ്പിച്ചു നിർത്തുന്ന ബോംബുകളുണ്ട്. കപ്പൽ മുകളിലൂടെ പോകുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലോ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സാറ്റലൈറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് ഡിറ്റോണേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കടലിൽ പൊങ്ങിക്കിടക്കുന്ന ട്രഡീഷണൽ കൺവെൻഷണൽ മൈനുകളുണ്ട്, സീ മൈൻസ്. അത് ഇമ്പാക്റ്റ് വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ കാന്തികമായ ശേഷിയുള്ളതാണ്, കപ്പലിൻ്റെ ബോഡിയിലേക്ക് പെട്ടെന്ന് ചെന്ന് പിടിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രീതിയിലുണ്ട്. പല രീതിയിലാണ് മൈനുകൾ, കടൽ മൈനുകൾ. അപ്പം ഇറാൻ ഇത് ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം, ബുദ്ധി, മുൻകൂർ ധാരണ അമേരിക്കയ്ക്ക് ഇല്ലാതെ പോയോ? കാരണം ഇറാൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഹോർമൂസ് വഴി സുഗമമായ വ്യാപാരം, കച്ചവടം, ഗതാഗതം നടക്കുമെങ്കിൽ ഇറാൻ ആ രീതിയിൽ അമേരിക്കയുമായി യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഒരു സ്ട്രോങ് പോയിന്റാണ്, ബെയ്റ്റാണ്. അല്ല എങ്കിൽ കൃത്യമായ വജ്ര ആയുധം തന്നെയാണ് ഹോർമൂസ്. അപ്പോൾ ഇതേക്കുറിച്ച് കുറച്ച് ശാസ്ത്രീയമായി പഠനം നടത്തി അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഒരു സമിതി, അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻ്ററി സമിതി പഠനം നടത്തുന്നു. അപ്പോൾ അവർ റിപ്പോർട്ട് തേടുന്നത് ആരോടാണ്? പെൻറ്റഗണിനോടാണ്. പെൻറ്റഗണാണ് അമേരിക്കയുടെ സേന ആസ്ഥാനമാണ് പെൻറ്റഗൺ. അപ്പോൾ പെൻറ്റഗൺ അവരുടെ നാവിക വിദഗ്ധരെ, ഡെറ്റോനേഷൻ വിദഗ്ധരെ എല്ലാം കൺസൾട്ട് ചെയ്ത് അവർ ചർച്ചകൾ നടത്തി ചില നിഗമനങ്ങളിലെത്തി. ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഇത് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 2, ഇറാൻ്റെ സഹകരണത്തോടെ നീക്കം ചെയ്യുന്നതാവും ബുദ്ധി. കാരണം ഇറാനാണ് അറിയാവുന്നത് എവിടെയാണ്. ഇപ്പം നമ്മൾ തൊണ്ടി മുതലെടുക്കാൻ കള്ളനെയും കൊണ്ടുപോകുന്ന പോലീസ് എന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് മോഷ്ടാവിന് മാത്രമേ അറിയൂ. ഇപ്പം ഇറാൻ ഇവിടെ മോഷ്ടാവിൻ്റെ റോളിലല്ല, മറിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, ആ തന്ത്രം അറിയാവുന്നത് ഇറാനാണ്. അതുകൊണ്ട് ഇറാൻ സഹകരിച്ചാൽ അത് പെട്ടെന്ന് നീക്കം ചെയ്യാനാവും, ഇല്ല എങ്കിൽ 6 മാസം എടുത്താൽ പോലും ഒരുപക്ഷെ എല്ലാ ബോംബുകളും നീക്കം ചെയ്യാൻ സാധിച്ചു എന്നിരിക്കില്ല. എല്ലാ ബോംബുകളും നീക്കം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? അമേരിക്ക പറയും എല്ലാം നീക്കം ചെയ്തു. ഇറാൻ പറയും നിങ്ങളെ ഞങ്ങൾ കബളിപ്പിച്ചു, ഇനിയും അനേക മൈനുകളുണ്ട്. അപ്പോൾ അതിലെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും സംശയത്തിൻ്റെ നിഴലിലൂടെയാവും കടന്നു പോകുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് അനുവദിക്കുമ്പോൾ വൻപൻ പ്രീമിയമാവും കപ്പൽ ഉടമയിൽ നിന്നും ഈടാക്കുന്നത്, കമ്പനിയിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ നോക്കൂ എത്രത്തോളം ചിലവേറിയൊരു അനുഭവമാണ്. അപ്പോൾ ഇറാനെ വരുതിയിൽ കൊണ്ടുവരികയും ഇറാൻ്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ഇറാന് എണ്ണ കച്ചവടം നടത്താൻ അനുവദിക്കുകയും ഇറാൻ്റെ കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുവാദം കൊടുക്കുകയും, അനുവാദമൊന്നുമല്ല, അത് അവരുടെ കടലല്ലേ, എല്ലാവരുടെയും കടലല്ലേ, മാനവരാശിയുടെ കടലല്ലേ, ഇറാൻ്റെ മാത്രമല്ല മാനവരാശിയുടെയാണ്. അപ്പോൾ അവിടെയൊക്കെ നിർബന്ധമായ തടയലുകൾ ഉണ്ടാകുമ്പോൾ
മൊത്തം ഇതുപോലെയുള്ള തടയലുകളും ഉണ്ടാവും. അതുകൊണ്ട് നാവിക ഉപരോധം, കടുത്ത നാവിക ഉപരോധവും മറു ഉപരോധവും, അതായത് ഇറാനിയൻ ബ്ലോക്കേഡ്, അമേരിക്കൻ ബ്ലോക്കേഡ് രണ്ടും കൺവേർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മൈനുകളെ കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സംസാരമുണ്ടാകും. ഒരു സമാധാന കരാറിലൂടെ സ്ഥിതിഗതികൾ ശാന്തമായെങ്കിൽ പോലും അതിലെയുള്ള ഗതാഗതം, എണ്ണ ഗതാഗതം ഉൾപ്പെടെ തുടരുന്നത് വളരെ റിസ്കി ആയിരിക്കും. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ, യുദ്ധം നിന്നിട്ടില്ല, നിന്നു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ മൈൻ വാരൽ നടക്കണം. അതിനിപ്പോൾ അമേരിക്കയുടെ 2 കപ്പലുകളുണ്ട്. ഈ 2 കപ്പലുകൾ മൈൻ വാരൽ ദൗത്യവുമായി ഏറെ പരിചയമുള്ള കപ്പലുകളാണ്. പക്ഷേ രണ്ടും പസഫിക് റീജിയനിലാണ്. അങ്ങ് അകലെ ഇന്തോനേഷ്യൻ റീജിയനിലല്ല, അതിൽ നിന്ന് വളരെ അകലെ പസഫിക് റീജിയനിലാണ്. അതിൻ്റെ സേവനം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. 2, ഈ സാങ്കേതിക വിദ്യയിൽ ഡിമൈനിങ്, ആൻറ്റി മൈനിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മൈൻ നീക്കം ചെയ്യൽ ഓപ്പറേഷൻസിൽ ഇന്നത്തെ നിലയിൽ ലോകത്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുള്ളതും ടെക്നോളജി ഉള്ളതും ജർമ്മനിക്കാണ്. അപ്പം ജർമ്മനിയുടെ സഹായം അമേരിക്ക തേടിയിട്ടുണ്ട്. സഹായിക്കാമെന്ന് ജർമ്മനി പറഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിൽ തങ്ങൾ പങ്കാളിയാവില്ല. തങ്ങൾ നാറ്റോ രാജ്യമാണ്, അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് നെറ്റോയിൽ. പക്ഷേ ഈ യുദ്ധത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല, സേനകളെ അയക്കില്ല. പക്ഷേ ഇവിടെ നിരായുധീകരിക്കാൻ വേണ്ടി മൈനുകൾ നീക്കം ചെയ്യാനായി തങ്ങളുടെ കപ്പലുകളെ അയക്കാമെന്ന് ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അമേരിക്ക എത്ര ശക്തമായ രാജ്യമാണെങ്കിലും സഹകരണം ആവശ്യമാണ്. ജർമ്മനിയുടെ സഹകരണം ഇപ്പോൾ ആവശ്യമാണ്. അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമാണ്. അറബ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കൊന്നും തന്നെ ഈ മൈൻവാരൽ സംവിധാനം ഇല്ല. അപ്പം അതുകൊണ്ട് മൈൻവാരി കപ്പലുകളും മൈൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിവൈസും എല്ലാം തന്നെ എത്തിച്ച് 6 മാസത്തോളം എടുത്തുകൊണ്ട് ആ മേഖല ആകമാനം, ഇതൊക്കെ മൈനുകളൊക്കെ പൊസിഷൻസ് മാറാം, മേഖലയാകമാനം അരിച്ചു പെറുക്കിയാലല്ലാതെ സുഗമമായ കപ്പൽ ഗതാഗതം നടക്കാൻ സാധ്യതയില്ല എന്നത് ഭീതിതമായ ഒരു റിപ്പോർട്ട് കൂടിയാണ്. ഇവിടെ ഈ വെടിനിർത്തൽ അവസാനിച്ചാൽ എല്ലാവിധ സൈനിക നീക്കങ്ങൾക്കും തയ്യാറായിരിക്കാനാണ് US നാവികസേനയ്ക്കുള്ള നിർദ്ദേശമെന്നാണ് വാർത്തകൾ. എന്നാൽ ഈ വെടിനിർത്തൽ കാലയളവ് ഇറാനും തങ്ങളുടെ സൈനിക ശേഷി പുനഃക്രമീകരിക്കാൻ അവസരമാക്കി മാറ്റിയിട്ടുണ്ടോ? തകരാതെ അവശേഷിച്ച മിസൈലുകളും വിക്ഷേപണ സംവിധാനങ്ങളും ഇറാൻ പുതിയ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി US പ്രതിരോധ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇറാന്റെ ഈ നീക്കം അമേരിക്കൻ സൈന്യത്തിന് പുതിയ വെല്ലുവിളിയാകുമോ? സമാധാനം മരീചിക തന്നെയാണ്. പക്ഷേ യുദ്ധത്തിനിടയിലെ താൽക്കാലിക ബ്രേക്ക്, അർത്ഥവിരാമം, അതിൻ്റെ പേരാണ് വെടിനിർത്തൽ. അത് ഏകപക്ഷീയമാകാം, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാകാം. എന്തായാലും വെടിനിർത്തലിൻ്റെ പിന്നിലും ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം, മറുപക്ഷത്തിന് തിങ്ക് ചെയ്യാൻ സ്വല്പം സമയം കൊടുക്കുക. അതോടൊപ്പം തന്നെ തങ്ങൾക്കും ഒന്നുകൂടി ഇതുവരെയുള്ള നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ഇതുവരെയുള്ള അവസ്ഥ, അതിൻ്റെ ഒരു കുറച്ചുകൂടി ആഴത്തിലുള്ള അവലോകനം നടത്തി അടുത്ത ഘട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുക. 2 പക്ഷവും അത് തന്നെ ചെയ്യും. അതിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് വെടിനിർത്തൽ. അതാണ് ഒരു ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ, ആയുധങ്ങൾ വല്ലാതെ കുറഞ്ഞു വരും യുദ്ധത്തിൽ. അവനാഴിയിൽ കൂടുതൽ ആയുധങ്ങൾ വീണ്ടും വയ്ക്കേണ്ടി വരും, നീക്കേണ്ടി വരും. ചില യുദ്ധോപകരണങ്ങൾ ഫീൽഡിൽ എത്തിക്കേണ്ടി വരും. കുറഞ്ഞത് റീപ്ലെനിഷ് ചെയ്യേണ്ടി വരും. അതിനെല്ലാം സമയമെടുക്കും. അതെത്തണം, ദൂരെ നിന്നും എത്തണം, സപ്ലൈ ദൂരെ നിന്നും എത്തണം, ഭടന്മാർക്കുള്ള ആയുധങ്ങൾ എത്തണം, മറ്റാഹാരങ്ങൾ എത്തണം. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ഉള്ള ഗതാഗതം തടസ്സപ്പെടുമ്പോൾ അത് ആർക്കൊക്കെയാണ് ദോഷമുണ്ടാവുക? ഇറാൻ്റെ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല വിഷയം. ഗൾഫ് നാടുകളിലേക്കുള്ള പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മറ്റു കാര്യങ്ങൾ, ധാന്യങ്ങൾ ഒക്കെ കടന്നു വരേണ്ട പാതയാണ്. തൽക്കാലത്തേക്ക് ബഫർ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നിന്ന് പിഴയ്ക്കാം. അത് സാധാരണ ജനങ്ങളുടെ കാര്യം. പക്ഷേ സൈനികരുണ്ട്, അമേരിക്കയുടെ ട്രൂപ്സ് ഉണ്ട്, 50,000-ൽ പരം ട്രൂപ്സ് ഉണ്ട്. അവർക്ക് സപ്ലൈ എത്തണം. എല്ലാം ഒന്നും എയർലിഫ്റ്റ് ചെയ്ത് എത്തിക്കാനാവില്ല. വലിയ ചിലവുള്ള കാര്യമാണ്. വിമാനത്തിൽ കുറേ കൊണ്ടുവരാൻ സാധിക്കും. ഭടന്മാർക്കൊക്കെ ഉള്ളത് മിക്കതും വിമാനത്തിലെത്തും. എയർ ബ്ലോക്കേഡൊന്നും കാര്യമായിട്ടില്ല ഇവിടെ. ഇപ്പം യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിൽ വിമാനങ്ങൾ പറക്കാനുള്ള അനുമതി കുറവും. ഇപ്പം യാത്രാ വിമാനങ്ങൾക്കാണ് ഭീമമായ നിരക്ക്. നമുക്കറിയാം, യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാകും എത്രത്തോളം. ഇപ്പം യൂറോപ്പിൽ നിന്നുൾപ്പെടെ അമേരിക്കയിൽ നിന്നുൾപ്പെടെ ആ ഭാഗം വഴി കടന്നു വരുന്ന വിമാനങ്ങൾക്കും ഭീമമായ നിരക്കാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര
സുഗമമായി നടക്കുന്നു എന്ന് പൊതുവെ പറയുമ്പോഴും വലിയ റേറ്റ്സാണ്. ഇൻഷുറൻസ് റേറ്റ്സും കൂടിയിരിക്കുന്നു, വിമാന ഇന്ധന കൂലി കൂടിയിരിക്കുന്നു, എയർ ചാർജസ് കൂടിയിരിക്കുന്നു, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചാർജസ് കൂടിയിരിക്കുന്നു എന്ന് വേണ്ട ഇതിൻ്റെ സ്പൈറലിംഗ് എഫക്റ്റ് അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം, ആയുധങ്ങൾ കുറച്ചുകൂടി മൂർച്ച വരുത്താൻ, പുതിയ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള വഴിയൊരുക്കാൻ, അല്ലെങ്കിൽ ഇത് ബിൽഡപ്പാണ്. ഇതിൻ്റെ പേരാണ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. അതാണ് ഒരു പക്ഷേ യുദ്ധവിരാമത്തിൽ രണ്ടു ഭാഗവും ആഗ്രഹിക്കുന്നത്. അതാണ്. മൂന്നാമത്തെ കാര്യമാണ് യുദ്ധം ആത്യന്തികമായി അവസാനിപ്പിച്ച് മുഖം രക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടി ഇറാൻ പൊരുതുകയാണ്. അമേരിക്കയ്ക്ക് മുഖം രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. രണ്ടു കൂട്ടരും വ്യത്യസ്തമായ കാരണങ്ങളാൽ പോരാട്ടത്തിലാണ്. അങ്ങനെയെങ്കിൽ ചർച്ചയിലേക്ക് എത്തി നിൽക്കാൻ യുദ്ധസമയത്ത് പറ്റില്ല. യുദ്ധസമയത്ത് ചർച്ച ചെയ്യാനാവില്ലല്ലോ. അതുകൊണ്ട് വെടിനിർത്തൽ എന്നത് ചർച്ചയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. ഇവിടെ നോക്കൂ, അമേരിക്ക എന്താണ് ചെയ്തത്? വെടിനിർത്തൽ കാലത്തും നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇറാൻ്റെ കപ്പലുകളെ തടഞ്ഞു വയ്ക്കുന്നു, പിടിച്ചെടുക്കുന്നു. ഇറാൻ അതിനെ പൈറസി എന്നാണ് വിളിക്കുന്നത്, അല്ലേ? തട്ടിക്കൊണ്ടു പോകലാണ്. ഇറാൻ്റെ എണ്ണ കപ്പലുകളെ തടഞ്ഞു വെക്കുന്നു, ജീവനക്കാരെ പുറത്താക്കുന്നു, ആ കപ്പലുകൾ ടേക്കപ്പ് ചെയ്യുകയാണ്. 37 ഇറാനിയൻ കപ്പലുകളാണ് തടഞ്ഞു വെച്ചതും പറഞ്ഞു വിട്ടതുമായ കപ്പലുകൾ. ഇറാനും സമാനമായ രീതിയിൽ ചെയ്യുന്നു. അങ്ങോട്ട് കപ്പലുകളെ പ്രവേശിക്കാൻ അനുവദിക്കാതെ ബ്ലോക്കേഡ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്താണ്? ഈ സമാധാന കാലത്തും, അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന സമാധാന കാലത്തും അപ്രഖ്യാപിതമായ ഒരു യുദ്ധ അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നതല്ലേ അതിനർത്ഥം? അതുകൊണ്ട് ഒന്നുമില്ല, നാലാമത്തെ ഡയമെൻഷൻ ഉണ്ട്. വെടിനിർത്തൽ കാലത്തും ട്രംപ് വെടിപൊട്ടിക്കുന്നുണ്ട്, വാക്ക് കൊണ്ട് വെടിപൊട്ടിക്കുന്നുണ്ട്. ഇറാൻ പറയുന്നതൊക്കെ ഉണ്ടയില്ല വെടിയാണ് എന്നൊക്കെ പറയുമ്പോഴും ട്രംപിൻ്റെ വാഗ്വിലാസം, വികട സരസ്വതി, ഇപ്പം ഇന്ത്യയെക്കുറിച്ച് ഉൾപ്പെടെ ഇന്ത്യ ഇത് ഹെൽ ഹോൾ, അല്ലേ, നരകക്കുഴിയാണ് എന്ന മറ്റൊരുവൻ്റെ അഭിപ്രായം എടുത്ത് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ട്രംപിൻ്റെ കൂടെ അഭിപ്രായമാവില്ലേ? ഇതിനെക്കുറിച്ച് കാര്യമായി പ്രതികരിക്കാൻ പോലും ഇന്ത്യ തയ്യാറായില്ല എന്നത് ചില കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്ന ലളിതമായി കാണാം. അതുമല്ല എങ്കിൽ ട്രംപിനെ വെറുതെ പ്രകോപിപ്പിക്കേണ്ട എന്നാകാം. എന്തു വന്നാലും ശരി, ട്രംപ് ഇറാൻ വിഷയത്തിലും നയതന്ത്ര വിഷയത്തിലും യുദ്ധ വിഷയത്തിലും എല്ലാം തന്നെ അനവസരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, എല്ലാവർക്കും സമാധാന പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ട്രംപ് ഒരു തന്ത്രമായി ഉപയോഗിക്കുന്നു. വെടിനിർത്തൽ കാലത്തും പരമാവധി സമ്മർദ്ദം എന്ന വാക്കുകൊണ്ടുള്ള യുദ്ധം, അതും ഒരു യുദ്ധമാണ്. അപ്പോൾ ഈ 4 ഡയമെൻഷനായിട്ട് വേണം ഈ വെടിനിർത്തൽ കാലഘട്ടത്തെ കാണാൻ. ഇതാരാണ് ഈ വെടിനിർത്തൽ കാലം ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? അമേരിക്കയാണോ അതോ ഇറാനാണോ ഈ വെടിനിർത്തൽ സമയം ഫലപ്രദമായി തങ്ങളുടെ ഭാവി ഓപ്പറേഷൻസിന് വേണ്ടി ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്.